സർ, ഇറാൻ സംഘർഷം കൂടുതൽ കനക്കുന്നു എന്ന് വേണം കരുതാൻ. യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം വളരെ വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെയും ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പലർക്കും ശരിയായ രീതിയിലല്ല ലഭിക്കുന്നത് എന്ന് തോന്നുന്നു. പല മാധ്യമങ്ങളിലും ഊഹാപോഹങ്ങളാണ് കൂടുതലും വരുന്നത്. നാളെ ഇങ്ങനെ സംഭവിച്ചേക്കാം, മറ്റന്നാൾ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നത് മാത്രമാണ്. പക്ഷേ ഇന്ന് എന്ത് സംഭവിക്കുന്നു, ഇന്ന് എന്തിനാണ് കൂടുതൽ ഒരു സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ന് ഇറാൻ ഏത് മേഖലയെ ലക്ഷ്യം വെച്ചേക്കാം, അല്ലെങ്കിൽ ഇറാൻ എങ്ങനെയാണ് ഇതിന് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ എണ്ണ സംഭരണം, അല്ലെങ്കിൽ എണ്ണയുടെ കാര്യത്തിൽ ഇറാനും അമേരിക്കയും ഒക്കെ എടുക്കുന്ന നിലപാട്, അങ്ങനെ ജനങ്ങൾക്ക് പൊതുവെ അറിയേണ്ടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് ഇന്ന് എനിക്ക് വിനോദ് സാറിനോടുള്ളത്. സാർ എങ്ങനെയാണ് ഈ ഇറാൻ യുദ്ധത്തെ ഏറ്റവും ഒടുവിൽ സാർ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഇതിന്റെ ഒരു ഏറ്റവും ഒടുവിലുള്ള ഒരു അപ്ഡേഷൻ എന്താണ്? നീതു, ഇതിനകത്ത് യുദ്ധത്തെ സംബന്ധിച്ച വാർത്തകൾ മിസ്ഇൻഫോർമേഷൻ ആൻഡ് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ ഇൻഫോർമേഷൻ നൽകുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്തെ ഒരു സ്ട്രാറ്റജിക് വാർഫെയറിന്റെ ഒരു വളരെ പ്രസക്തമായ തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഇറാൻ പറയുന്ന വാർത്തകൾ, അമേരിക്ക പറയുന്ന വാർത്തകൾ, ഇസ്രായേൽ പറയുന്ന വാർത്തകൾ, ഇതൊന്നും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ, അവിടെ നടക്കുന്ന ഡിസ്ട്രക്ഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ നാശങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ പുറത്തു വിടുന്നതിന് സോഷ്യൽ മീഡിയയിൽ പോലും വളരെ കർശനമായ നിയന്ത്രണം. അമേരിക്കയിലെ ജനങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടും അവരെ നേരിട്ട് ബാധിക്കാത്തതുകൊണ്ടും അത് വേറൊരു തരത്തിലാണ്. ഗൾഫ് നാടുകളിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 17 മലയാളികൾ, ഇന്ത്യക്കാരെ ഉൾപ്പെടെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെയും പലരും അറസ്റ്റിന്റെ വക്കിലാണ് എന്ന് പറയുന്നു. അതായത് ആ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തു പറയാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. പിന്നെ നമുക്ക് പല ഡിഫൻസ് ജേർണലുകളിലോ അല്ലെങ്കിൽ ഇതിനകത്തെ ആധികാരികമായ സോഴ്സുകളിൽ വച്ച് പറയുന്ന ചില കാര്യങ്ങൾ വെച്ച് പറയാൻ മാത്രമേ മാർഗമുള്ളൂ. അപ്പൊ അതേക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം എങ്ങും എത്തിയിട്ടില്ല. അത് അന്ത്യം കാണുന്നതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് പറയുന്നതിന് രണ്ട് കാരണങ്ങളാണ്. ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന വലിയ ആളുകളാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്തൊരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതിന്റെ അന്ത്യത്തെക്കുറിച്ച് ഒരു സ്റ്റെബിലിറ്റിയും പറയാൻ നമുക്ക് ഇതുവരെ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ അമേരിക്ക തന്നെ, ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇപ്പൊ ഇന്ന് തീരും യുദ്ധം, അല്ലെ ഒരാഴ്ച കൊണ്ട് തീരും. ഇവരെല്ലാം പറയുന്നത് മാറി മാറിയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഖാർഗെ ഐലൻഡ് എന്ന് പറയുന്ന ഖാർഗ് ഐലൻഡ്, ഇറാന്റെ ഖാർഗ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപ്. ഇത് അതായത് അവരുടെ മെയിൻ ലാൻഡിൽ നിന്ന് മാറി ഏകദേശം കുറച്ച് മാറിയിട്ടാണ്, എന്നാൽ ഒരു സ്പീഡ് ബോട്ടിൽ പോകാൻ പറ്റുന്ന അകലത്തിലുള്ള ഒരു അകലത്തിലാണ് ഈ ഖാർഗ് ഐലൻഡ്. ഈ ഇറാന്റെ 90 മുതൽ 95% എണ്ണ, ക്രൂഡ് ഓയിൽ കയറ്റി അയക്കുന്നത് ഈ ചെറിയ ഒരു ഐലൻഡിൽ നിന്നാണ്. അമേരിക്ക അതിനകത്ത് തന്നെ അവയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ധാരാളം സൈനിക സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അമേരിക്ക അതിനകത്ത് ഈ ഖാർഗ് ഐലൻഡിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന വിശ്വസനീയമായ ഒരു കാര്യം. അത് ഇറാനും അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ എണ്ണ സംഭരണശാലകളെയോ എണ്ണ കയറ്റുമതി ചെയ്യുന്ന സംവിധാനങ്ങളെയോ അമേരിക്ക ആക്രമിച്ചിട്ടില്ലെന്ന് അമേരിക്കയും പറയുന്നു, ഇറാനും പറയുന്നു. ഈ അമേരിക്ക പറയുന്ന മറ്റൊരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്. ഞങ്ങൾ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്തിയാൽ ഖാർഗെ ഐലൻഡ് കത്തിക്കും. അതായത് അവിടുത്തെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന സംവിധാനങ്ങൾ കത്തിക്കും. അതായത് ഈ വെരി ലാർജ് കണ്ടെയ്നർ, VLCC എന്ന് പറയും. ഏറ്റവും വലിയ ഓയിൽ ടാങ്കറുകളെ പറയുന്നത് അങ്ങനെയാണ്, ഈ VLCC. ഈ VLCC ടാങ്കറുകൾ ഉൾപ്പെടെ, അതായത് ഏറ്റവും വലിയ സൂപ്പർ ടാങ്കറുകൾ ഉൾപ്പെടെ അടുക്കാനുള്ള സംവിധാനമാണ് ഈ പർട്ടിക്കുലർ ദ്വീപിലുള്ളത്.
90 മുതൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90 മുതൽ 95% ഇതിനകത്തുള്ള ഖാർഗ് ഐലൻഡിലെ ടെർമിനൽ വഴിയാണ്. ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് അവിടെ സംഭരിക്കാനുള്ള ശേഷി. ഓരോ ദിവസവും വളരെ വളരെ അധികം എണ്ണ അവിടുന്ന് കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ചെയ്യുന്നു എന്നല്ല പറയുന്നത്, അവരും സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഈ ഖാർഗ് ഐലൻഡിലെ ഓയിൽ ടെർമിനലുകൾക്കോ ഓയിൽ സംഭരണശാലകൾക്കോ പമ്പിംഗ് സ്റ്റേഷനുകൾക്കോ ഏതെങ്കിലും വിധത്തിൽ ഒരു പോറലേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ മറ്റൊരു കാര്യം ചെയ്യും. ഇറാൻ ഈ പറയുന്ന ഗൾഫിലെ, അത് ഇറാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇറാൻ അവിടെയുള്ള ഈ ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളെയും എണ്ണ സംഭരണശാലകളെയും ഒക്കെ ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ട് ഇതുവരെ ഇറാനും അങ്ങനെ ഓബിയസ് ആയിട്ട് എണ്ണ സംഭരണ സംവിധാനങ്ങൾക്കോ റിഫൈനറികൾക്കോ നേരെ വലിയ ആക്രമണമൊന്നും ഇതുപോലെ ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക്, ഒരു ഫുൾ ഫ്ലെജ്ഡ് വലിയ ഇപ്പൊ നമ്മൾ കണ്ടതൊന്നും അല്ലാത്ത രീതിയിലോട്ടുള്ള ഉയർന്ന ഒരു യുദ്ധ ലെവലിലേക്ക് മാറും. ഇതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇപ്പോഴും താഴ്ന്ന ലെവലിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനകത്തുള്ള ലോജിക്കലായിട്ടുള്ള ചിന്തകൾ മാത്രമേ നമുക്ക് ഈ സമയത്ത് പറ്റുള്ളൂ. അതായത് യുദ്ധം ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്ക, അതായത് ഈ ഇറാൻ ഒരു പക്ഷേ ഹോർമൂസ് കടലിടുക്കിൽ വ്യാപകമായ ആക്രമണം അഴിച്ചു വിടുകയാണെങ്കിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഖാർഗ് ഐലൻഡിലെ അവരുടെ എണ്ണ സംഭരണങ്ങൾ തകർക്കും. സാധാരണഗതിയിൽ അമേരിക്ക ഓയിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ലോകത്താകമാനം ഇപ്പോഴുള്ള പെട്രോൾ ഡീസലുകളുടെ വില ഒരുപക്ഷെ ഡബിൾ ആകാനോ അതിലും കൂടുതലൊക്കെ ആകാൻ, ഈ നമ്മുടെ ക്രൂഡിന്റെ വില ഇപ്പോൾ ഉള്ള 100-110 നിൽക്കുന്നത് 200 അല്ലെങ്കിൽ 150-200 ഒക്കെ ആകാനുള്ള സാധ്യതകൾ വരും. അപ്പൊ അത് അമേരിക്കയ്ക്കും താല്പര്യമുള്ള കാര്യമല്ല. ഇസ്രായേലിനെ വേറെ കാര്യത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇസ്രായേലിന് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള ഒരു ലൈനിലാണ് നിൽക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ യുദ്ധം ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. യുദ്ധം ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും കോംപ്രമൈസ് ചെയ്ത് തീർപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൃത്യമായി നിലനിൽക്കുന്നു. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പ്രധാന കാരണം. 2, അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ കുറച്ച് പുറകോട്ട് മാറ്റിയതായിട്ട് വിശ്വസനീയമായ ചില സോഴ്സുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് അമേരിക്ക പക്ഷെ ഓപ്പണായിട്ട് സമ്മതിക്കില്ലെങ്കിലും, അതായത് ഇപ്പൊ ഇറാൻ തന്നെ ഇറാന്റെ സജ്ജിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മിസൈൽ, ഡാൻസിങ് മിസൈലുകൾ എന്നാണ് സാധാരണ അറിയപ്പെടുക. അവ ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ്. അവ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയ്ക്ക് അവസാന സമയത്ത് ദിശ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അവനെ തടുക്കുക എളുപ്പമല്ല എന്നൊക്കെ പറയുന്നു. അത് പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് അമേരിക്ക ഞങ്ങൾ ഇറാന്റെ എല്ലാം അടിച്ചു തകർത്തു എന്ന് അമേരിക്കയും ഇസ്രായേലും പറയുമെങ്കിലും അത് അത്രത്തോളം സത്യമാണ്. കാരണം ഇറാന്റെ ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ശരിയാണ്. അത് തന്ത്രപരമായ കുറച്ചിലും ആയിക്കൂടുന്നില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് വിശ്വസനീയമായ സോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ഈ അമേരിക്ക തന്നെ ഒന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊരു കാര്യം, ഹോർമൂസ് കടലിടുക്കിൽ കൂടി ഉള്ള എണ്ണ ടാങ്കറുകളുടെ ഗതാഗതം സുഗമമാക്കാൻ ചൈന ഉൾപ്പെടെയുള്ള യൂറോപ്പ്, നാറ്റോ, നമ്മുടെ ബ്രിട്ടൻ, ഇവരുടെയൊക്കെ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹകരണം അമേരിക്ക തേടിയിട്ടുണ്ട്. ഇതൊരു വലിയ അപകടകരമായ മറ്റൊരു കാര്യമാണ്. അതായത് കൂടുതൽ രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന്, അതായത് അവിടെ ഒരു സംഘർഷത്തിൽ പങ്കെടുക്കണമെന്ന് അമേരിക്ക ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇതിനകത്ത് ഉത്തരം പറയാതെ മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് സപ്പഞ്ച. അമേരിക്ക പറയുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ട കപ്പലുകളാണ്, നമ്മൾ ബലം പ്രയോഗിച്ച് അത് കൊണ്ടുവരും, അതിനുവേണ്ടി നിങ്ങൾ അതിൽ പങ്കെടുക്കണം, നിങ്ങളുടെ കപ്പലുകളെ അങ്ങോട്ട് അയക്കണം. ഇതിനകത്തൊരു ചെറിയ അപകടമുണ്ട്. അപ്പോ ഇറാനിൽ നിന്ന് അറ്റാക്ക് വരികയാണെങ്കിൽ ഈ കപ്പലുകൾ ഇറാനെ ആക്രമിക്കാൻ നിർബന്ധിതരാവും. അങ്ങനെ യുദ്ധം വ്യാപിക്കും. കൂടുതൽ രാജ്യങ്ങൾ ഇത് അമേരിക്കയുടെ ഒരു ട്രാപ്പാണെന്ന് പല രാജ്യങ്ങളും മനസ്സിലാക്കുന്നത് കൊണ്ട് അവർ പങ്കെടുക്കുന്നതെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്തരം ഒരു സൈനിക സഖ്യത്തിലും ഞങ്ങൾ പങ്കാളികളാകില്ല, ഞങ്ങൾക്ക് വേണ്ട കാര്യം ഞങ്ങൾ ചെയ്തോളും. അതായത് ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ 2 കപ്പലുകൾ, അതായത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 2 കപ്പലുകളാണ്
ശിവാലിക് എന്ന് പറയുന്നത്, നന്ദാദേവി എന്ന് പറയുന്നത്. ഇത് ഇറാനുമായിട്ട് ഇന്ത്യയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള നയതന്ത്ര സംവിധാനങ്ങൾ വഴി അതിനുള്ള പെർമിഷൻ കിട്ടുകയും നമ്മുടെ സൈനിക കപ്പൽ, നമ്മുടെ ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ നാളുകൾക്ക് മുന്നേ തുടങ്ങിയതാണ്. ഓയിൽ ടാങ്കറുകൾക്കും കപ്പലുകൾക്കും സുരക്ഷ കൊടുക്കുന്ന സംവിധാനമാണ്. അവ ഹോർമൂസ് കടലിനടുത്ത് നമ്മുടെ കപ്പലുകളുണ്ട്, ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുണ്ട്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ നിരീക്ഷണമുണ്ട്, ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണമുണ്ട്, ഉയർന്ന തോതിലുള്ള മറ്റു നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പലുകൾക്ക് ഈ പറയുന്ന ശിവാലിക്കിനും നന്ദാദേവിയും ഇറാന്റെ പെർമിഷനോട് കൂടെ, അതേസമയം നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോട് കൂടിയാണ് അവ കടന്നു വന്നിട്ടുള്ളത്. ഇനിയും നമ്മുടെ ഏകദേശം 22 കപ്പലുകൾ മറ്റേ സൈഡിലുണ്ട്. അവ 4 ക്രൂഡ് ഓയിൽ ടാങ്കറുകളാണ്, 6 LPG ടാങ്കറുകൾ കപ്പലുകളുണ്ട്, ഒരു LNG കപ്പലുണ്ട്. ഏകദേശം 611ഓളം കപ്പൽ തൊഴിലാളികളാണ് ഈ കപ്പലുകൾ, 22 കപ്പലുകളുമായിട്ടുള്ളത്. ഇവയെ കൂടി ഹോർമോസ് ദ്വീപ് കടത്തിവിടാനുള്ള ഒരു ശ്രമം ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു യുദ്ധം, കനത്ത യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം നടക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഒന്നത്. 2, ഇനി ഈ കപ്പലുകളിൽ നിന്ന് എണ്ണ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ 60, നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളത് LPGയിലാണ്, അതായത് ഗ്യാസിലാണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന, കടകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്, അതിന്റെ 60% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതിൽ തന്നെ 90% കടന്നു വരുന്ന ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അപ്പൊ അതുകൊണ്ടൊരു വലിയ ഊർജ പ്രതിസന്ധി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇന്ത്യയുടെ ഇത് വന്നു കഴിഞ്ഞാൽ, ഇത്രയും എണ്ണ ഈ 2 കപ്പൽ വന്നപ്പോ എന്ത് സംഭവിച്ചു? ഈ 2 കപ്പലുകൾ വന്നതുകൊണ്ട് മാത്രം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 95,000 ക്യൂബിക്, അതായത് അതിന്റെ കണക്കനുസരിച്ചിട്ട്, അതായത് നമ്മുടെ രാജ്യത്ത് 2 ദിവസം പൂർണ്ണമായും ഗ്യാസ്, എല്ലാത്തരം ഗ്യാസുകളും നമ്മൾ പണ്ടത്തെ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള എണ്ണയാണ് ആക്ച്വലി ഇപ്പൊ ഈ 2 കപ്പലിലുള്ളത്. പക്ഷെ ഇത് 2 ദിവസം മാത്രമാണെന്നുള്ളതല്ല. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പാനിക് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പാനിക് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പല സ്ഥലത്തും നമ്മുടെ വീട്ടില് പല ആളുകളുടെയും 1ഉം 2ഉം കണക്ഷനും, അവർക്കെല്ലാം കൂടെ ചേർന്ന് 4ഓ 6ഓ ഗ്യാസ് സിലിണ്ടറുകൾ വരെ ഉണ്ട്. ഈ ഗ്യാസ് സിലിണ്ടറുകൾ സാധാരണ അതിൽ 2 കൊണ്ട് സുഖമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നവര് ഈ 4 6 ഒക്കെ ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും നാൾ കഴിഞ്ഞ എത്രയോ നാളത്തെ ശരാശരി, അതായത് ഒരു പ്രശ്നവും ഇല്ലായിരുന്ന സമയത്തെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് ഈ മാസങ്ങളിൽ നടന്നിരിക്കുന്ന ബുക്കിംഗ്. പൈപ്പ് വഴി ഗ്യാസ് വരുന്നവരുൾപ്പെടെയുള്ളവർ അവരുടെ ഗ്യാസ് സിലിണ്ടറുകൾ, ഈ പൈപ്പിലുള്ള വഴിയുള്ള ഗ്യാസത്തിനാണ് ഒരു ക്ഷാമവും ഉണ്ടാകില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടും അവരും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോ ഈ 2 കപ്പൽ വന്നതുകൊണ്ട് ഉടൻ തന്നെ എല്ലാത്തിനും പരിഹാരമാകുകയില്ല എങ്കിലും അവ കൊണ്ട് ഈ പാനിക് ബുക്കിംഗ് കുറയ്ക്കാനും കുറച്ചും കൂടെ ക്രമീകൃതമാക്കാനും പറ്റും. ഇപ്പൊ മാത്രമല്ല, ഇറാനുമായിട്ടുള്ള മറ്റൊരു ഡയലോഗുകൾ നടക്കുന്നു. നമ്മുടെ മറ്റേ കപ്പലുകളും കൂടി വരികയാണെങ്കിൽ തൽക്കാലം ഈ ഊർജ പ്രതിസന്ധി ഈവൻ ഹോട്ടലുകൾക്ക് പോലും ശരിയാകുമെന്നാണ് നമ്മുടെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ യുദ്ധം എങ്ങനെ പോകുമെന്നോ പറയാൻ പറ്റില്ല. ഈ യുദ്ധം ഇവിടെ വെച്ച് തീരുമെന്ന് പറയാൻ നിവൃത്തിയില്ല. അമേരിക്കയുടെ കണക്കൂട്ടലുകൾ പലതും തെറ്റിയിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലതും തെറ്റാണ്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ കുറച്ചൊന്ന് മാറി നിന്നിട്ടുണ്ട്. 300 കിലോമീറ്റർ അടുത്ത് അല്ലെങ്കിൽ 400 കിലോമീറ്റർ അടുത്തായിരുന്നെങ്കിൽ ഇറാൻ തീരത്തുനിന്ന് അത് 1000 കിലോമീറ്ററിലേക്ക് മാറിയിട്ടുണ്ടെന്ന് ചില സൂചനകളുണ്ട്. ഇന്ത്യ ഇത്തരം ഒരു ആഗോള സഖ്യത്തിൽ പങ്കെടുക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹകരണമാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം. ഈ യുദ്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതകൾ കൃത്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ പറയാൻ പറ്റുന്ന ഒരു വിവരം. നീതു, അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.
യെസ്, അതാണ് സാർ ഏറ്റവും ഒടുവിൽ കൺക്ലൂഡ് ചെയ്തത് തന്നെയാണ് ഏറ്റവും വലിയൊരു റിയാലിറ്റി എന്ന് പറയുന്നത്. യുദ്ധം കൂടുതൽ കനക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ യുദ്ധം കനക്കുന്ന രീതിയിലേക്ക് ഇറാൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ പിൻവലിയുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ എന്നതും ഒരു ചോദ്യമാണ്. ഇറാൻ ഡാൻസിംഗ് മിസൈലുകൾ പോലെ അതിപ്രഹര ശേഷിയുള്ള മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ സജ്ജമാണ്. അതുപോലെ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് ഖാർഗ് എന്നുള്ളത്. ഖാർഗിനെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോ ഇസ്രയേലോ ആക്രമിക്കാൻ മുതിർന്നാൽ ലഭിക്കാവുന്ന ഒരു പ്രഹരശേഷി എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. വലിയ തിരിച്ചടി തന്നെ നൽകാൻ ഇറാൻ സജ്ജമാണെന്ന് വ്യക്തം. യുദ്ധം കൂടുതൽ വരും ദിവസങ്ങളിൽ കനക്കാൻ തന്നെയാണ് സാധ്യത. കരുതിയിരിക്കുക അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ്. നിലവിൽ നമ്മുടെ അടുക്കളകളെ മാത്രം ബാധിച്ചിരിക്കുന്ന ചില പ്രതിസന്ധികൾ വരും ദിവസങ്ങളിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് കൂടി ബാധിക്കുമോ എന്നത് കൂടി കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.